ഹലോ എവരിവൺ, MSATന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ബയോളജി പാർട്ടിലുള്ള ക്ലാസ് 10 ബയോളജി പാർട്ടിലുള്ള അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം റീപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ എല്ലാവരും കാണണം. അതേപോലെ തന്നെ നമ്മൾ അതിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ചുരുങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് അല്ല ഇത്, മറിച്ച് നമുക്കൊന്ന് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്നുള്ളത് വളരെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഒരു പക്ഷേ ഈ ചെറിയ സമയം കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ചുരുക്കി നമ്മൾ എന്ത് ചെയ്യാണ്, ആ പോയിന്റ് ബൈ പോയിന്റ് മാത്രമായിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുക. ഓക്കെ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓൺലി സിംഗിൾ പാരന്റ്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ there are two parents, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരു ആണും പെണ്ണും അല്ലേ, ഒരു അച്ഛൻ അമ്മ, ആ രൂപത്തിൽ two parents are there, two individuals are needed to give rise to a new individual. രണ്ട് പാരൻസിൽ നിന്നാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത് അല്ലേ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരന്റിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുകയാണ് ചെയ്യാം. ഓക്കെ, ഗ്യാമേറ്റ്സ് ആർ ഫോം. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമേറ്റ്സ് ഫോംഡ് ആണ്, പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമേറ്റ്സ് ഇല്ല. ഓക്കെ, ന്യൂ ഇൻഡിവിജ്വൽ ഈസ് ജെനറ്റിക്കലി സിമിലർ ബട്ട് നോട്ട് ഐഡന്റിക്കൽ ടു ദർ പാരൻസ്. അതായത് ന്യൂ ഇൻഡിവിജ്വൽസ്, പുതിയതായി വരുന്ന ആ കുട്ടി എന്ന് പറയുന്നത് ജെനറ്റിക്കലി സിമിലാരിറ്റി ഉണ്ടാവും, പാരൻസുമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷേ ഐഡന്റിക്കൽ ആയിരിക്കില്ല. ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചത്, നിങ്ങളുടെ ഫാദറിനെ പോലെയാണോ? കംപ്ലീറ്റ്ലി അല്ല, കുറേയൊക്കെ ആയിരിക്കും, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതേപോലെ നിങ്ങളുടെ മദറിനെ പോലെയാണോ? അല്ല, കുറേയൊക്കെ ആയിരിക്കും, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവും, പക്ഷേ ഐഡന്റിക്കൽ ആയിരിക്കില്ല, ഫോട്ടോ കോപ്പി ആയിരിക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ജനറേറ്റ് മോർ വേരിയേഷൻ ഇൻ സ്പീഷീസ്. ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടാവും, ആ വ്യത്യാസങ്ങൾ വേരിയേഷൻസിലേക്ക് നയിക്കും. അഡോപ്റ്റഡ് ബൈ ഹയർ ഓർഗാനിസംസിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറ്റുക. ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്ലവേഴ്സാണ് സെക്ഷൽ പാർട്സ് ഓഫ് ദ പ്ലാന്റ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ മെയിൻ പാർട്സ് ഓഫ് ഫ്ലവർ സെപ്പൽസ്, പെറ്റൽസ്, അതുപോലെ തന്നെ സ്റ്റെയ്മൻ, കാർപ്പൽ. സെപ്പൽസും പെറ്റൽസും അതുപോലെ തന്നെ സ്റ്റെയ്മൻ, കാർപ്പൽ. ഇതിൽ സ്റ്റെയ്മനും കാർപ്പലുമാണ് സെക്ഷൽ പാർട്സ് എന്ന് പറയുന്നത്, അതാണ് എസെൻഷ്യൽ പാർട്സ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, മെയിൽ ഓർഗൻ, അതായത് മെയിൽ ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റെയ്മൻ ആണ്, മേക്സ് ദ മെയിൽ ഗാമേറ്റ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ പോളൻ ഗ്രെയിൻ. മെയിൽ ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റെയ്മൻ ആണ്. ഫീമെയിൽ ഓർഗൻ എന്ന് പറയുന്നത് കാർപ്പലാണ്, മേക്സ് ദ ഫീമെയിൽ ഗാമേറ്റ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ഓവ്യൂൾസ് അല്ലേ. ഇതാണ് കാർപ്പൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന 3 പാർട്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് മേ ബി യൂണിസെക്ഷൽ, ചിലപ്പോൾ യൂണിസെക്ഷൽ ആയിരിക്കാം. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ അതിലൊറ്റ സെക്ഷൽ ഓർഗനേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അതിനാണ് യൂണിസെക്ഷൽ എന്ന് പറയുക. ചിലപ്പോൾ ബൈസെക്ഷൽ ആയിരിക്കാം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ്, അതായത് സ്റ്റെയ്മനും കാർപ്പലും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടാവും. അപ്പം യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് പപ്പായ, വാട്ടർ മെലണൊക്കെ. അതിൽ ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഉണ്ടാവുള്ളൂ, എന്നിട്ട് അത് ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് വേണം എന്തുണ്ടാവാൻ, നമുക്ക് പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ നടക്കാനും, സീഡ്സ് ഉണ്ടാവാനും, പിന്നെ അടുത്തൊരു പ്ലാന്റ് ഉണ്ടാവാനൊക്കെ. പക്ഷേ ഹിബിസ്കസ് അതുപോലെ തന്നെ മസ്റ്റാർഡ് പോലുള്ളതൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അതായത് ഈ കാണുന്നത്, നമുക്ക് ഇവിടെ കാണുന്നത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നുള്ള രൂപത്തിൽ ഇത് ഫീമെയിൽ പാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഇത് ഫീമെയിൽ പാർട്ടാണ്. എന്നാൽ അതേ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഇത് കണ്ടില്ലേ, ആന്തറും ഫിലമെൻറ്റും കൂടിയിട്ട് നമുക്ക് സ്റ്റെയ്മനും കാണാൻ പറ്റും. ഇത് മെയിൽ പാർട്ടാണ്, മനസ്സിലായില്ലേ. അപ്പോൾ മെയിലും ഫീമെയിലും. അപ്പോൾ ഇതേതാണ്, ഇത് ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ എക്സാമ്പിളാണ്. ഹിബിസ്കസ് ഒക്കെ ബൈസെക്ഷലാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, നമുക്ക് ഫ്ലവേഴ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് കാണാൻ സാധിക്കുക. ഇനി മെയിലിന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അത് ഫീമെയിലിലേക്ക് പോകുന്ന പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്ഫർ ഓഫ് ദ പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് എ സ്റ്റെയ്മൻ ടു ദ സ്റ്റിഗ്മ ഓഫ് കാർപ്പൽ. അതായത് സ്റ്റെയ്മനിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായി സ്റ്റെയ്മനിലെ ആ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്, ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക്, കാർപ്പലിൻ്റെ ഏറ്റവും മേലെയുള്ള ഇങ്ങനെയുള്ള ഒരു പാർട്ട് അല്ലേ, ഇങ്ങനെയുള്ളൊരു പാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലേക്ക് പോളൻ ഗ്രെയിൻസ് എത്തണം അല്ലേ. അതിനെയാണ് നമ്മളെന്ത് പറയുക, ആ ഒരു ട്രാൻസ്ഫറിനാണ് നമ്മളെന്ത് പറയുക, പോളിനേഷൻ എന്ന് പറയുക. 2 തരത്തിലുള്ള പോളിനേഷൻ ഉണ്ട്, ഒന്നുകിൽ സെൽഫ് പോളിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ആയിരിക്കും. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഫ്ലവറിൽ തന്നെ രണ്ടും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഫ്ലവറിലെ തന്നെ ആന്തറിൽ നിന്നും ആ ഫ്ലവറിലെ തന്നെ
സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് സെൽഫ് പൊളിനേഷനാണ്. ക്രോസ് പൊളിനേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫ്ലവറിൽ നിന്നും മറ്റൊരു ഫ്ലവറിലേക്ക് പൊളിനേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രോസ് പൊളിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പൊളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൽ ഗാമേറ്റ് അത് ഓവറിയിലേക്ക് എത്തുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലേ, രണ്ട് തരത്തിലുള്ള ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. വൺ ഫീമെയിൽ ഗാമേറ്റ് യുണൈറ്റ്സ് വിത്ത് ടു മെയിൽ ഗാമേറ്റ്സ്. വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ് ഫെർട്ടിലൈസസ് ദ എഗ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ടിൻ്റെ ഫോർമേഷനിലേക്കാണ് ഒന്ന് നയിക്കുക. ദ അതർ യുണൈറ്റ് വിത്ത് ടു പോളാർ ന്യൂക്ലിയൈ ഫോർ ദ ഫോർമേഷൻ ഓഫ് എൻഡോസ്പെർം. അതായത് ഒരു മെയിൽ ഗാമേറ്റ് എന്തിലേക്കാണ് നമ്മുടെ പിന്നെ എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും. എന്നാൽ മറ്റേത് ടു പോളാർ ന്യൂക്ലിയൈ ആയിട്ട് പിന്നെ ഫ്യൂസ് ചെയ്തുകൊണ്ട് എൻഡോസ്പെർം ഉണ്ടാവുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനോട് ഒന്ന് ഫ്യൂസ് ചെയ്ത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വരും, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ കൂടുതലായിട്ട് നമ്മളതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, പിന്നെ അതിന് ജെർമിനേഷനാണ്. സീഡ് കണ്ടെയ്ൻ ദ future plant or embryo which develop into seedling under appropriate conditions. This process known as germination. അങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, പുതിയ പ്ലാന്റ് ഉണ്ടാവും. ഇനി റീപ്രൊഡക്ഷൻ ഹ്യൂമൻ ബീങ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മൾ അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളും ഈ പറഞ്ഞതുപോലെ സെക്ഷലിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്യൂബേർട്ടി എന്ന് പറയുന്നത് സെക്ഷൽ മെച്യൂരിറ്റിയുടെ ആ ഒരു പീരീഡിനെ നമ്മൾ പ്യൂബേർട്ടി പീരീഡ് എന്നാണ് പറയുക. ചേഞ്ചസ് ഇൻ ദ പ്യൂബേർട്ടി അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. മെയിലിലും ഫീമെയിലിലും കോമൺ ആയിട്ടുള്ളത് തിക്ക് ഹെയർ ഗ്രോത്ത് ഇൻ ആംപിറ്റ്സ് ആൻഡ് ജനൈറ്റൽ ഏരിയയിലും ആംപിറ്റ്സിലും തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ ബിക്കം ഓയിലി മേ റിസൾട്ട് ഇൻ പിമ്പിൾസ്. അതായത് സ്കിന്ന് കുറച്ചും കൂടി ഓയിലി ആവും, അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങും. ഇത് മെയിലും ഫീമെയിലും കോമൺ ആണ്. ഇൻ ഗേൾസിൽ മാത്രം കാണുന്നത് ബ്രസ്റ്റ് സൈസ് ബിഗിൻസ് ടു ഇൻക്രീസ്, ബ്രസ്റ്റ് സൈസ് കൂടും. അതേപോലെ തന്നെ ഗേൾസ് ബിഗിൻ ടു മെൻസ്ട്രേഷൻ അല്ലേ, ഓരോ മാസവും ഉണ്ടാകുന്ന ആ ഒരു മെൻസ്ട്രേഷൻ നടക്കും. അതുപോലെ തന്നെ ബോയ്സിലാണെന്നുണ്ടെങ്കിൽ തിക്ക് ഹെയർ ഗ്രോസ് ഓൺ ഫേസിൽ അല്ലെ, താടി മീശക്കായിട്ട് അങ്ങനെയുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. വോയിസ് ബിഗിൻ ടു ക്രാക്ക്, ആ ഒരു വോയിസിലുള്ള ചേഞ്ച് സംഭവിക്കും. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അത് ടെസ്റ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ടെസ്റ്റിസിൽ പ്രധാനമായിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻസ്, വാസ് ഡിഫറൻസ്, യൂറീത്ര, അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്ന്. ഇത് ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൽ വാസ് ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് ഏതാണ്, കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്താണ്, അല്ലെങ്കിൽ മറ്റ് ഗ്ലാൻഡ്സ് എന്താണത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ടെക്സ്റ്റ് നോക്കി ആ ഭാഗങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓവറി ഉണ്ട്, ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്, അവിടെയാണ് നമ്മുടെ ഈ ഒരു പിന്നെ ഫ്യൂഷൻ അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നത് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലാണ്. യൂട്രസ് ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും അതുപോലെ തന്നെ ഹ്യൂമൻസിലും ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതുമാണ് പ്രധാനമായും നമുക്ക് ചോദിക്കാനുണ്ടാവുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും അത് പഠിച്ചു പോകണം. പ്യൂബേർട്ടിയിലുള്ള ചേഞ്ചസും അതും നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ ചില പിന്നെ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പിന്നെ ഹോർമോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ചസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഓർഗൻസ്, അതിലെ ചേഞ്ചസ്, അതിലെ പ്യൂബേർട്ടിയിലുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ ഈവൻ കോൺട്രാസെപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോൺട്രാസെപ്ഷൻ്റെ മെത്തേഡ്സ്. അതിൽ പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതുണ്ട്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസ്, ഫിസിക്കൽ ബാരിയേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ സർജിക്കൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സും നിങ്ങൾ അറിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രധാനമായിട്ടും വേണ്ടത് ഫിസിക്കലി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഫിസിക്കൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, സർജിക്കൽ ഏതൊക്കെയാണ്, കെമിക്കൽ ഏതൊക്കെയാണ്. ഇതിൻ്റെ നിങ്ങൾക്കറിയുന്ന ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എക്സാമ്പിൾസ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് മൂന്നിൻ്റെയും പേരെഴുതിക്കൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ആരൊക്കെയാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.